ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെഡ് ആൻഡ് ത്രെഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലേസി ഡേയ്സി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ളൊരു എംബ്രോയ്ഡറി നോക്കാം. ഇവിടെ ഞാൻ മെഷീൻ എംബ്രോയ്ഡറിയുടെ നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എംബ്രോയ്ഡറി എല്ലാം ഈക്വൽ ലെങ്ത്തിൽ കിട്ടുന്നതിനായിട്ട് ഇങ്ങനെ 1 ഇഞ്ച് വട്ടത്തിലൊരു പേപ്പർ മുറിച്ചെടുക്കാം. ഇനി ഇതിനെ പകുതിയായിട്ട് മടക്കിയിട്ട് ഒന്നുകൂടി മടക്കി കഴുത്ത് വരേണ്ട ഭാഗം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് വിട്ട് നമുക്ക് വേറൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ ലൈനിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം ഇതെടുക്കുക. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈക്വൽ ഗ്യാപ്സിൽ ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഇവിടെ 1 2 3 4 5 6. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഈ ലാസ്റ്റ് വന്നതിൽ വെച്ചിട്ട് താഴോട്ടുള്ളത് മാർക്ക് ചെയ്യുക. 1 2 3 4 5 6 7 8. ഇനി അതുപോലെ തന്നെ അടുത്തത് ഈ പോയിന്റിൽ സെൻറ്റർ വെച്ചിട്ട് അടുത്തത് മാർക്ക് ചെയ്യാം. അപ്പം ഈ പോയിന്റും അടുത്ത വരിക. ഞാനിവിടെ ഫുള്ളിപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നൂല് 2 ലെയറിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടതിനായിട്ട് ഫസ്റ്റത്തെ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ നടുവിലായിട്ട് സൂചി താഴെ നിന്ന് മുകളിലോട്ട് വലിച്ചെടുക്കുക. അതിനുശേഷം സൂചി ആ പോയിന്റിൽ തന്നെ കുത്തിക്കൊണ്ട് ഫസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് പൊക്കുക. ഫസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റിൻ്റെ അവിടെ വെച്ച് മുകളിലോട്ട് എടുക്കുക. സൂചിയുടെ അടിയിൽ കൂടെ നൂല് വരണം. എന്നിട്ട് അങ്ങനെ വെച്ച് വലിച്ചെടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ലൂപ്പ് കിട്ടും. ഇനി അതിൻ്റെ ഏറ്റവും ഇപ്പം നൂല് ഇതിലാണ് വലിച്ചെടുക്കണേ, അതിൻ്റെ അപ്പുറത്തായിട്ട് സൂചി താഴോട്ടെടുക്കുക. ആദ്യം സൂചി വലിച്ചെടുത്ത ആ പോയിന്റിൽ തന്നെ വീണ്ടും സൂചി മുകളിലോട്ടെടുക്കുക. വീണ്ടും ആ പോയിന്റിൽ തന്നെ കുത്തി അടുത്ത മാർക്ക് ചെയ്ത പോയിന്റിൽ സൂചി മുകളിലോട്ടെടുക്കുക. നൂല് സൂചിയുടെ അടിയിൽ കൂടെ എടുത്ത് സൂചി വലിച്ചെടുക്കുക. അപ്പം നമുക്ക് രണ്ടാമത്തെ സ്പൈക്ക് കിട്ടി. വീണ്ടും അതിനപ്പുറത്തായിട്ട് സൂചി താഴോട്ടെടുത്ത് നടുവിലായി തന്നെ മുകളിലോട്ട് പോക്കാം. ഇതുപോലെ തന്നെ സൂചി വീണ്ടും അവിടെ തന്നെ കുത്തി മൂന്നാമത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ വെച്ച് മുകളിലോട്ടെടുക്കുക. ഇനി അടുത്തതിൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ അടുത്ത് തന്നെ താഴോട്ടെടുത്ത് തൊട്ടടുത്ത് തന്നെ മുകളിലോട്ട് പൊക്കിക്കോളാം. അതിനുശേഷം ഇതിൻ്റെ ഫസ്റ്റ് ലീഫ്
ശരിക്കും ഇങ്ങോട്ടാണ് വരേണ്ടത്. അതിപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള പൈക്ക് ഇവിടെയാണ്. അപ്പം നമുക്ക് അതിലോട്ട് ഫസ്റ്റത്തെ ചെയ്യാം. ഞാനിവിടെ ഫുൾ കഴുത്തിന് ഫുൾ ഉള്ളത് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് മുത്ത് പിടിപ്പിക്കാം. അതിനായിട്ട് സൂചി മുകളിലോട്ട് വലിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ 3 മുത്തുകൾ കോർക്കാം. ഇവിടെ തന്നെ താഴോട്ട് വലിച്ചെടുക്കാം. മൂന്ന് മുത്തും നമ്മൾ ഒരുമിച്ച് കോർത്തത് കൊണ്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അതവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി സൂചി അതിനടുത്തായിട്ട് മുകളിലോട്ട് എടുത്ത് ഈ 3 മുത്തിൻ്റെയും നടുവിലൂടെ താഴേക്ക് തുന്നി ചേർത്താൽ മതി. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതിനും നടുവിലായിട്ട് മുത്തുകൾ തുന്നി ചേർക്കാം.